ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ 10th പ്രിലിംസിൻ്റെ റിസൾട്ടൊക്കെ വന്നു. അപ്പോൾ നമുക്ക് ഒത്തിരി പേർക്ക് സെക്രട്ടേറിയറ്റ് ഒയെയും അതേപോലെ പല പല എക്സാംസിനൊക്കെ മെയിൻസ് എഴുതാനുള്ളത് ഒക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, എല്ലാ ഒരു മാസം നല്ല രീതിക്ക് പഠിക്കുക നിങ്ങൾ. അപ്പോൾ നമ്മൾ ജോഗ്രഫിയുടെ ടോപ്പിക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. ജോഗ്രഫി എന്ന് പറയുമ്പോഴേക്കും 2024 ചോദിച്ച 10th ലെവലിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നമ്മൾ ചെയ്തു. ഇനി കുറച്ച് ക്വസ്റ്റ്യനും കൂടിയേ ഉള്ളൂ, അതായത് +2 ലെവലിലും അതേപോലെ തന്നെ ഡിഗ്രി ലെവലിലും ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നോക്കിക്കേ, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഇനം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക. ഈ റോബസ്റ്റ എന്ന് കാണുമ്പോൾ നമ്മൾ പഴം എന്ന് ഓർക്കരുത്, അതെല്ലാം എന്താണ്? നമ്മുടെ കാപ്പിയുടെ ഇനങ്ങളാണ് അറബിക്കയും ലിബറിക്കയും റോബസ്റ്റയും. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഉത്ഭവമാണല്ലേ ചോദിച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ്? ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ചാലിയാർ നദി ഉത്ഭവിക്കുന്നത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ അത് പീച്ചിയാണ്. അപ്പൊ അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക കാപ്പിയാണ്. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നിൽ നിന്നാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പീച്ചിയിൽ. കേരളത്തിലെ ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ എറണാകുളം ജില്ലയുടെ ഭാഗമായ കുട്ടമ്പുഴ, ആ കുട്ടമ്പുഴയുടെ കുറേ പോർഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇടമലക്കുടി വില്ലേജിലേക്കാണ് കൂട്ടിച്ചേർക്കുന്നത്. അപ്പൊ എന്താണ്? ഇടമലക്കുടിയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇടമലക്കുടിയും കൂടി അതിന്റെ ലെങ്ത് ഇതും കൂടി കൂട്ടിയപ്പോഴാണ് എന്താ ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് വീണ്ടും മാറിയത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ഫോറസ്റ്റ് കൺസർവേറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. അധികം കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. +2 ലെവലില് ബീറ്റ് ഫോറസ്റ്റിന്റെ ലെവലിൽ എന്ത് കാര്യം ഇതിൽ ചോദിച്ചിരിക്കുന്നത് കൂടുതലും ഈ വനവും ആയിട്ട് നിയമങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്കൊന്ന് പഠിച്ചു വെക്കുക. ഫോറസ്റ്റ് കൺസർവേറ്റർ ആണ് ബോഡിലോൺ. ആരാണ്? ഓപ്ഷൻ സി, ബോഡിലോൺ ആണ്. ബോഡിലോൺ. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണെന്ന്? വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് നിയന്ത്രിക്കുന്നതാണ് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980 ആണ്. 1980. താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അത് ആഞ്ഞിലിയാണ് അല്ലേ? ആഞ്ഞിലിയാണ് വിദേശ സസ്യം അല്ലാത്ത. അക്കേഷ്യയും യൂക്കാലിപ്സും കാറ്റാടിയും ഒക്കെ എന്താണ്? വിദേശ സസ്യങ്ങളാണ്. താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതം ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വയനാട്. ഓക്കെ, വയനാട്ടിലാണ് കടുവാ സങ്കേതം ഇല്ലാത്തത്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരമാണ്? പശ്ചിമഘട്ടത്തിൽ കാണുന്നതാണ് ചെങ്കുറിഞ്ഞി. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 1986 കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. കേരളത്തിലെ ഏക മയിൽ സങ്കേതമാണ് പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ. ചൂലന്നൂറാണ് കേരളത്തിലെ ഏക മയിൽ സങ്കേതം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ജില്ല? വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്തത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ്. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇല്ലാത്തത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. വരയാട് മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു. ഇത് ജസ്റ്റ് വരയാടെന്ന് പറയുമ്പോഴേ നമുക്കറിയാം എന്താണ്? ഇരവികുളം നാഷണൽ പാർക്കില് അല്ലെ, നീലഗിരി താറ്, ഇതൊക്കെ നമുക്കറിയാം. നമുക്ക് നോക്കാം. വരയാട് മൂന്നാറിലാണെന്ന് നമുക്കപ്പോൾ അറിയാം. ഇടുക്കി ജില്ലയിൽ മാത്രം കാണപ്പെടുന്നു. മൂന്നാർ എന്ന് പറയുന്നത് ഇടുക്കിയാണ്. അപ്പൊ ഇത് രണ്ടും എന്തായാലും ആൻസർ ആയിട്ട് വരില്ല. വയനാട്, തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അതാണ് നമുക്കിവിടെ ആൻസർ എന്ന് പറയുന്നത്. ശരിയായ പ്രസ്താവന ഇടുക്കി ജില്ലയിൽ മാത്രം കാണപ്പെടുന്നുവല്ല, മൂന്നാറിൽ മാത്രം കാണപ്പെടുന്നു എന്നുള്ളതല്ല. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആരായിരിക്കും? സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, മുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? ഏതാണ്? കേരള ഫോറസ്റ്റ് ആക്ട് 1961 പ്രകാരമാണ് ഒരു പ്രത്യേക ഭൂപ്രദേശം എന്തായിട്ട്? റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. എന്താണ് NTFP? NTFP എന്ന് പറഞ്ഞാൽ എന്താണ്? അത് തടി ഇതര വനോൽപ്പന്നങ്ങളെയാണ് NTFP എന്ന് പറയുന്നത്. NTFP എന്താണ് അതിന്റെ ഫുൾ ഫോം? NTFPയുടെ ഫുൾ ഫോം എന്താണ്? നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ്. നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് തടി ഇതര വനോൽപ്പന്നങ്ങളാണ്. അതിനെയാണ് നമ്മൾ NTFP എന്ന് പറയുന്നത്. പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച എന്നാണ്? 1992 പ്രൊജക്ട് എലിഫന്റ് ആരംഭിക്കുന്നത്. ഇത് നമ്മുടെ ഡിഗ്രി ലെവലിലെ ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് കേരളത്തിലെ ഫിസിയോഗ്രാഫിക് ഡിവിഷനുകളുടെ പശ്ചാത്തലത്തിൽ മിഡ്ലാൻഡ് മേഖലയെ കൃത്യമായി വിവരിക്കുന്നത്?
അപ്പം നിങ്ങൾ സെക്രട്ടറി അസിസ്റ്റന്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇതിന്റെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതൊരിക്കലും ഡയറക്റ്റ് മലയാളം അല്ല വന്നിരിക്കുന്നത് അല്ലേ. ഇംഗ്ലീഷിന് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് മലയാളത്തിലേക്ക് എഴുതിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ചിലപ്പോൾ മലയാളം മാത്രം വായിച്ച് നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കരുത്, ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വേണം. കറക്റ്റ് കാര്യം ഭയങ്കര ചേഞ്ച് ഉണ്ടാകും. In the context of Kerala's physiographic division, which of the following statement accurately describe the Midland region? അതായത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ 10th ലെവലിൽ നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റിന്റെ അതേ കണ്ടന്റ് തന്നെ അവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിലെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിലെ ഇടനാടിനെ പറ്റി ശരിയായ പ്രസ്താവന എന്ത്? അതാണ് ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഉയർന്ന ഉയരത്തിലുള്ള പർവ്വതനിരകളും കുത്തനെയുള്ള ചരിവുകളുമാണ് ഇതിന്റെ സവിശേഷത. അത് നമുക്കറിയാം. എവിടെയാണ്? മലനാട്ടിലാണ്. വൈവിധ്യമാർന്ന കാർഷിക രീതികളെ പിന്തുണയ്ക്കുന്ന താഴ്വരകളും താഴ്ന്ന കുന്നുകളും ഇടകലർന്ന തരംഗങ്ങളുള്ള ഭൂപ്രദേശം ഇതിൽ അടങ്ങിയിരിക്കുന്നു അല്ലെ. ഇത് ശരിയാണ്. ജൈവ വൈവിധ്യത്തിന് നിർണായകമായ തീരപ്രദേശങ്ങളിലെ തണ്ണീർത്തടങ്ങളും ചതുപ്പ് നിലങ്ങളും ഇവിടെ ആധിപത്യം. അതെന്താണ്? തീരപ്രദേശമാണ്. വിശാലമായ നെൽവയലുകളുള്ള ഒരു പരന്ന ഭൂപ്രകൃതിയാണ്. അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. അതും എന്താണ്? തീരപ്രദേശമാണ്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് undulating terrain with a mix of valleys and low hills supporting diverse of agriculture practices എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിന കോൺട്രിബ്യൂട്ട് ടു ദ ഓറോഗ്രാഫിക് എഫക്ട് ദാറ്റ് സിഗ്നിഫിക്കലി impacts the rainfall distribution in Kerala, particularly the western Ghat region? പശ്ചിമഘട്ട മലനിരകളിലെ ആ ഒരു മഴ എന്താണ്? മഴയുടെ വിതരണത്തെ സാരമായി ബാധിക്കുന്ന ഓറോഗ്രാഫിക് ഫലത്തിന്റെ സംഭാവന ചെയ്യുന്ന എന്താണെന്ന്. അതായത് ഈർപ്പം നിറഞ്ഞ കാറ്റിനെ പർവ്വതനിരകൾ തടയുന്നു. നമുക്കറിയാം ഇവിടെ എന്താണ്, ഇപ്പൊ കേരളം ഇങ്ങനെ കിടക്കുവാണ് എങ്കിൽ ഇവിടെ പശ്ചിമഘട്ട മലനിരകളുണ്ട്. ഇവിടെ നിന്നുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റുകൾ ഈ മലനിരകൾ തടഞ്ഞു നിർത്തുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? മഴ പെയ്യുന്നത്. അപ്പൊ അതിനെയാണ് പറയുന്നത് ഓറോഗ്രാഫിക് ഫലം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഈർപ്പം നിറഞ്ഞ കാറ്റിനെ പർവ്വതനിരകൾ തടയുന്നു. ഇനി ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ഡിഗ്രി ലെവൽ ഉണ്ടായിരുന്നു. അതിൽ എന്താണ്, നമ്മൾ നേരത്തെ ചോദിച്ചിരിക്കുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നാഷണൽ വാട്ടർവേ 3യും അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒരു ചെറിയൊരു ക്ലാസ് ആണ്. ആ ഒരു ടോപ്പിക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്